എന്റെ ഒരു ഫാൻ വന്ന് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു, ചേച്ചി ആ ശോഭനയുടെ ഡാൻസ് സാരി ഉടുത്ത് ചെയ്യുമോ എന്ന്. എങ്കിൽ ഞങ്ങൾ പോകാതെ നിങ്ങള് കള്ളന്മാരെന്ന് പറഞ്ഞ നമ്മളായിട്ട് ചെയ്യണ്ട എല്ലാരും അടിച്ചു കയറി വാ. ഇങ്ങനെയാണ്, ഇങ്ങനെ ചാടിച്ചാണ്, പിന്നെ ഇങ്ങനെയൊക്കെ പോകുമായിരുന്നു ചാടിച്ചാടി. അല്ലേ ഇവരെല്ലാം കൂടെ ചേച്ചിയുടെ സ്ഥിരം സ്റ്റെപ്പാണ്. അത് മാത്രമല്ല പിന്നെ ഡാൻസിന് മാത്രം എന്തിനു ചേഞ്ച് ഇങ്ങനെയൊക്കെ പോകും, ഇങ്ങനെ 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 കാണിച്ച സ്റ്റെപ്പല്ലേ, നേരത്തെ കാണിച്ച സ്റ്റെപ്പല്ല. മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. എടി നമുക്കിതിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളാം. കുരുവികളെ പോലെ ഇരിക്കുന്ന കുടിക്കിളികളെ കണ്ട ആ UK-യിലാണെങ്കിൽ കുറെ അരയന്നങ്ങളും താറാവുകളും ഇതുപോലെ ഈ ലേക്കിൽ കൂടെ പോവാം. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? അണ്ണാ കാറ് ഒന്നും കുഴപ്പമില്ല, വണ്ടി ഓട്ടാണ്ണ അതിനകത്തൂടി കയറാം. അണ്ണാ ഞാൻ ഇപ്പൊ ഒരു ഷൂട്ടിലാണ്, അതൊക്കെ കഴിഞ്ഞിട്ട് വിളിക്കാം കേട്ടോ. പാവ അവര് ഒരുപാട് ഉണ്ണാതെ ഉടുക്കാതെയൊക്കെ നിൽക്കുകയാണ്. ശരി, ബൈ, സീ യു, സ്പീക്ക് ടു ലേറ്റർ, ബൈ ബൈ ബൈ. ഞാൻ പോയിക്കോട്ടെ. നാഗസൈരന്ത്രി ആകട്ടെ. ഒരു നിമിഷം ആവാഹിക്കട്ടെ. എടാ മോനെ, നീ എന്തോന്ന് എഴുതി വെച്ചിരിക്കുന്നു? തള്ളെ എന്താണ് തുള്ളി? എന്നാ എടേ, ഞാൻ നിന്റെ തള്ളയല്ല. എടി നീ ആദ്യം നിന്റെ തള്ളയെ നീ ഒന്ന് നേരെ നോക്ക്. എടി നീ നിന്റെ തള്ളയെന്നാണോ വിളിക്കുന്നത്? എന്റെ വാണ്ടി എന്റെ വീട് വന്ന് ഞാൻ നിന്നെ വിളിച്ചോളാം. ശരണ്യക്കുട്ടി പറഞ്ഞു, ഏത് സ്കൂളിലാ പഠിക്കുന്നതെന്ന് ചോദിച്ചു. നിങ്ങളെല്ലാവരും എന്നെ എപ്പോഴും പറയും ഞാൻ പ്രായമായ ഒരു അമ്മച്ചിയാണെന്ന്. അമ്മയാണ് സത്യം. ഞാനേ ഒരു സ്കൂൾ നഴ്സറി കുട്ടിയാ. കണ്ടോ എന്റെ റിബണ? ഇതൊക്കെ കണ്ട് നിങ്ങൾ അസൂയപ്പെടേണ്ട ആട്ടാ. ഈ അഞ്ചരക്കണ്ണ് എങ്ങനെയാ? നല്ല ചേലമ്മായി. നാഗചേച്ചി ലവ് യു. ഐ ലവ് യു. എനിക്ക് ലണ്ടൻ ബ്രിഡ്ജ് ഒന്നും കിട്ടിയില്ല. ഈ മരുതൻകുഴി 6 ബ്രിഡ്ജില് എന്നെ കാത്തിരിക്കുന്നു. നോക്ക് മക്കളെ, നോക്ക്, അങ്ങോട്ട് നോക്ക്. ഇനി ഈ മരുതൻകുഴി 6 കാണിച്ചു തന്നില്ലെന്ന് പറയരുത് കേട്ടോ. ഞാൻ അങ്ങോട്ട് നോക്കാൻ അവിടെ കണ്ടത് എന്തോന്നെന്ന് പറ. നോക്കാൻ പറഞ്ഞല്ല, അവിടെ കണ്ടത് എന്തോന്ന് പറ. ലണ്ടൻ ബ്രിഡ്ജ് കണ്ടില്ലെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിഷമത്തിലാണ്. ഈ മരുതൻകുഴി 6 അത് എന്തോന്നിരിക്കുന്ന കണ്ട ഇണക്കുരുവികളെ പോലെ ഇരിക്കുന്ന ആ കുരുവികളെ നോക്കൂ. അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് നോക്ക് ശരണ്യ, നോക്കടി. ചേച്ചി ഒരു ഗ്യാപ്പ് ഞാനൊന്ന് പറയട്ടെ. നോക്ക് നോക്ക്, അങ്ങോട്ട് നോക്ക്. ഞാൻ നോക്കി. അപ്പൊ നോക്കിയിട്ട് എന്തിന് കണ്ടെന്ന് പറ. ഒരു 2-3 കിളി. ആ ഇണക്കുരുവികളെ പോലെ ഇരിക്കുന്ന കിളികളെ കണ്ട. ഈ കിളികളെ ആ UK-യിലാണെങ്കിൽ കുറെ അരയന്നങ്ങളും താറാവുകളും ഇതുപോലെ ഈ ലേക്കിൽ കൂടെ പോകും. അണ്ണാ കാറ് ചേച്ചിയുടെ ഫ്ലാറ്റിന്റെ അടുത്താണ്. അപ്പൊ ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങള് ശരിക്കും ഒന്നും കുഴപ്പമില്ല, വണ്ടി ഓട്ടാണ്ണ അതിനകത്തൂടി കയറാം. നമ്മൾ അതിനകത്തൂടെ കയറിയിട്ട് ഓട്ടോയുടെ വണ്ടിയിലുള്ള പാട്ടെടുക്കും. സോറി. ഞാൻ സത്യത്തിൽ ചേച്ചിനെ കൊണ്ടുവന്നിട്ട് റീൽസ് എടുപ്പിക്കാനും മറ്റുമൊക്കെയാണ്. അതിന് മുന്നേ എനിക്ക് 1-2 കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ചേച്ചിയുടെ റീൽസിലെ കുറെ കമന്റ്സ്, ആ കമന്റ്സിന് ചേച്ചി മറുപടി പറയാം. പക്ഷെ ആ കമന്റ്സിന് മറുപടി പറയേണ്ടത് റീനയായിട്ടല്ല, നാഗസൈരന്ത്രി ചേച്ചി മറുപടി പറയുന്ന പോലെ റീന ചേച്ചി നമുക്ക് വേണ്ടി പറയും. ഒരു മിനിറ്റ് എടാ. ഹലോ ചേട്ടാ, എന്റെ ഫോൺ. ഹലോ, ഖത്തർ കോൾ. മതി, ഞാൻ പിന്നെ സേഫ് ആയിട്ട് വല്ലതും വെക്കണം. ആരാണ്? ആണോ? ഇതെവിടുന്ന് ഖത്തറിന്നൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് ഭയങ്കര പൈസ ആവൂലേ അണ്ണാ? വാ, എന്തൊരു ഇത് പറയണത്. ഈ ഖത്തറിന്നൊക്കെ വിളിച്ചും കൊണ്ട് കിടന്നുകൊണ്ട് ഫാൻസ് എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ എന്നെ ഖത്തറിലോട്ട് അങ്ങോട്ട് വിളിക്കാതെ അവിടെ നിന്നുകൊണ്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് അതെന്തോന്നത് ഒരുമാതിരി പരിപാടികൾ. അണ്ണാ ഇതാരെന്ന് പേര് പറ. എംബസിയിലുണ്ടെന്നാ? അല്ലേ ഇത് പുളപ്പ് തന്നെ. എന്തിന് എന്നെ പേടിപ്പിക്കാനാ? പോലീസിനെ വിളിപ്പിക്കാനാണ്? ശരി അണ്ണാ, ഞാൻ ഇപ്പോൾ ഒരു ഷൂട്ടിലാണ്, അതൊക്കെ കഴിഞ്ഞിട്ട് വിളിക്കാം കേട്ടോ. പാവ അവർ ഒരുപാട് ഉണ്ണാതെ ഉടുക്കാതെയൊക്കെ നിൽക്കുകയാണ്. ശരി, ബൈ, സീ യു, സ്പീക്ക് ടു ലേറ്റർ, ബൈ ബൈ ബൈ. ശരി. ആ അണ്ണ ഖത്തറിന്ന് കിടന്ന് വിളിക്കുകയാണ്. ശരി, ഖത്തറാണ് പോയി കുറെ ഫാൻസ് ഉണ്ട്. അത് വിടാടാ, അത് ദുബായി ഒക്കെ ഉണ്ട്, അത് വിടാം. നമുക്കിപ്പോ അത് പറഞ്ഞപ്പോഴത്തെ ചേച്ചി പറഞ്ഞാണ് ശ്രീലങ്കയില് ഒരു സ്റ്റാച്യു ഉണ്ട് എന്നാണ് പറയുന്നത്. കാരണം ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ചേച്ചിക്ക് ഒരുപാട് ആരാധകരുണ്ട്. ചേച്ചി, നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ചേച്ചിയുടെ ഇതിനകത്ത് അവർ പറയുന്നത് കമന്റ് എടുക്കാം.
ഞാൻ നാഗസൈരന്ത്രി ആകട്ടെ. ആകട്ടെ, ഒരു നിമിഷം ആവാഹിക്കട്ടെ അല്ലേ? ആവാഹിക്കട്ടെ, ഞാൻ ആവാഹിച്ചെടുക്കട്ടെ. ആവാഹിച്ചു. പക്ഷെ ആ നാഗസൈരന്ത്രി ചേച്ചി എനിക്കിട്ട് പണിയൂ. ഇല്ല. അവസാനം അയ്യോ, പാവം. എടി മോളെ, നീ എന്നെ അനുകരിക്കാൻ നീ ആര് എന്ന് ചോദിക്കൂ. ഇല്ല. നാഗ ചേച്ചി നമ്മളെ പോലെ തന്നെ നല്ല നല്ല ബോധമുള്ള കാര്യപ്രാപ്തിയുള്ള സ്ത്രീകളെ കുറിച്ച് എങ്ങനെ സംസാരിക്കണമെന്നും ഒക്കെ ബോധ്യമുള്ള ഒരാളാണ്. അത് അടുത്തിടെ അവരുടെ കുറേ സ്പീച്ച് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. അപ്പൊ ചേച്ചി ഫസ്റ്റ് ഇതാണ് ഇങ്ങനെ ചോദിച്ചേക്കുന്നത്. ഈ ഇപ്പോൾ ഒരു ഡാൻസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചേച്ചിയോട് ചോദിക്കും, മര്യാദക്ക് സ്റ്റെപ്പ് ഇട്ട് കളിച്ചു പോകും, ഈ തള്ള എന്താണ് തുള്ളിക്കളിക്കുന്നത്? അപ്പൊ ചേച്ചി എന്താ പറയുന്നത്? എടാ മോനെ, നീ എന്തോന്ന് എഴുതി വെച്ചിരിക്കുന്നത്? തള്ളെ എന്താണ് തുള്ളിക്കളി? ഞാൻ നിന്റെ തള്ളയല്ല, ഒന്നാമത്തെ കാര്യം. മീഡിയ ഇരിക്കുന്ന പെണ്ണുങ്ങളെയൊക്കെ തള്ളെ വേറെ പേരുകളൊക്കെ ഇട്ട് വിളിക്കാൻ നീ ആര്? നീ ആദ്യം നിന്റെ തള്ളയെ നീ ഒന്ന് നേരെ നോക്ക്. നീ നിന്റെ തള്ളയെന്നാണോ വിളിക്കുന്നത്? അമ്മയെന്നുള്ള മര്യാദയുള്ള ഭാഷയിൽ നിനക്ക് വിളിക്കാൻ അറിഞ്ഞൂടെങ്കിൽ നീ ഈ തള്ളമാരെ റീൽസ് കാണണ്ട. ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചാ ഇങ്ങ് വാ എന്റെ വാന്തി എന്റെ വീട് വന്ന് ഞാൻ നിന്നെ വിളിച്ചോളോ? ചേച്ചി നമ്മൾ അങ്ങനെ ചേച്ചിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അങ്ങനെ മറുപടി കൊടുക്കണം? ഇപ്പം ഞാനത് നാഗ ചേച്ചിയുടെ കാര്യം ചോദിക്കാൻ, സൈലന്ദർ ചേച്ചിയുടെ കാര്യം ചോദിക്കാൻ തന്നെ കാരണം അവർ ലൈവ് പോകുന്ന അവരുടെ സന്തോഷത്തിന്. ഇപ്പൊ നമ്മളൊക്കെ ആണല്ലോ, ഇപ്പം ഞാൻ ഈ ജോലി ചെയ്യുന്നത് എന്റെ സന്തോഷത്തിനാണ്, പിന്നെ സാമ്പത്തികം ഉണ്ട്, അത് വേറെ കാര്യം. അങ്ങനെ ചെയ്യുമ്പോൾ നാഗചേച്ചി അത് ഭയങ്കര രസമായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ചേച്ചിക്ക് അങ്ങനെ എപ്പോഴെങ്കിലും ഒരു ദിവസം ഇരുന്നിട്ട് ഇവർക്ക് കമന്റ് കൊടുക്കുക, അല്ലെങ്കിൽ കമന്റിന് മറുപടി കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്കങ്ങനെ തോന്നിയിട്ടേ ഇല്ല. കാരണം എത്ര മറുപടി കൊടുത്താലും ഇവർ നന്നാവൂല എന്ന് മനസ്സിൽ ഉറച്ചിരിക്കുന്ന ഇവരടുത്ത് എന്തൊരു മറുപടി കൊടുത്താണ് ഇവരെ നന്നാക്കേണ്ടത്? നിങ്ങളിരുന്ന് കമന്റ് ഇട്ടോ, അതെനിക്ക് പ്രശ്നമൊന്നുമല്ല. പക്ഷെ നിങ്ങളിടുന്ന നെഗറ്റീവ് കമന്റാണ് എനിക്ക് ഇൻസ്പിറേഷൻ തരുന്നത്. കൂടുതൽ നല്ല ഡാൻസുകളുള്ള നല്ല സ്റ്റെപ്പ് ഇട്ട് കളിക്കാൻ മതിയാ. അതുകൊണ്ട് നീ കമന്റുകൾ നെഗറ്റീവ് ഇട് കേട്ടാ, ഞാൻ ഒന്ന് ചിരിക്കട്ടെ അറഞ്ച്. അതുപോലെ തന്നെ ചേച്ചിക്ക് ലണ്ടനിലൊരു ബാഗ് ഉണ്ട്, ചുണ്ടുള്ള ബാഗ്. അയ്യോ, അതില്ലടാ, കൊണ്ടുവന്നില്ല. ചുണ്ടുള്ള ബാഗ് ഞങ്ങൾ കൊണ്ടുവന്നില്ല, പക്ഷെ ഞങ്ങൾ ചുണ്ട് കൊണ്ടുവന്നു. തള്ളേ, എന്റെ ചുണ്ടിനെങ്ങാൻ ഇനി പിടിച്ചെടുക്കോ? ഇല്ല ചേച്ചി, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യം, ചേച്ചി ലിപ്സ്റ്റിക് ഇടുന്നത് ചേച്ചി അതിനപ്പുറം കൂടെ കൂട്ടിയിടുന്നത് അല്ല. അതേ ആദ്യം നേരെ ഇടും, അതിനുശേഷം നമ്മൾ സംസാരിച്ചും ഇങ്ങനെയൊക്കെ ആക്കുമ്പം എല്ലാം കൂടെ പരന്ന് വരുവടാ. എന്ത് ചെയ്യാൻ പറ്റും? എപ്പോഴും 5 മിനിറ്റ് വെച്ച് കണ്ണാടി നോക്കിയിരിക്കാൻ പറ്റുമോ? ഇല്ല. അതായത് പരന്നതാണ്. പരന്നതാണ്. പിന്നെ ചുണ്ട് ഓൾറെഡി വലുതായോണ്ട് അതിങ്ങനെ ഇടുമ്പോ ഇങ്ങനെ വെളിയിലോട്ട് വരുന്നതാ. മനഃപൂർവ്വം അങ്ങ് ഇവിടെ വെളിയിടണല്ല കേട്ടാ. മനസ്സിലായി. അല്ല, ഞങ്ങളുടെ സംശയമായിരുന്നു. ഇനി പിന്നെ ഈ അഞ്ചരക്കണ്ണ് എങ്ങനെയാ? കണ്ണഞ്ചന അതൊക്കെ നീട്ടി എഴുതിയാലേ എനിക്കൊരു മനസ്സമാധാനം വരുള്ളൂ. അഞ്ചന കണ്ണെഴുതി, ബാക്കി അറിഞ്ഞൂടാ. താലി ചാർത്തി അതുകൊണ്ട് ആ കണ്ണെഴുതിയാലേ മനസ്സമാധാനം. അല്ല, ഇതൊക്കെയാണ് റീന ചേച്ചിയുടെ ഐഡന്റിറ്റി. ഭയങ്കര മേക്കപ്പ്. നിങ്ങളൊരു കാര്യം ഞാൻ കാണിച്ചേ, ഈ മേക്കപ്പ് ഒന്നും തന്നെ ഇളകിയിട്ടില്ല. അപ്പൊ അതായത് നല്ല കാശ് കൊടുത്ത് മേടിച്ചതാണ്. ഈ മേക്കപ്പ് ഇപ്പൊ ഇളകും? ഇല്ല. ശരണ്യകുട്ടിയുടെ സ്കിന്നൊക്കെ നല്ലതാട്ടെ. ഇവർ പറയുന്നത് ഇങ്ങനെയൊക്കെ അങ്ങ് പറയുന്നത്. ഞാൻ മേക്കപ്പ് ഇടാറുണ്ട്. മേക്കപ്പ് എനിക്കൊരു കോൺഫിഡൻസ് തരും. പിന്നെ ആ ഒരു കോൺഫിഡൻസ് ഞാൻ ആക്കുന്നത് ഇതൊക്കെയാണ്. ഇഷ്ടമായോ ചേച്ചി? അതെന്താന്നറിയോ ചേച്ചി, ആ പറഞ്ഞതിൽ ഭയങ്കര രസമുണ്ട്. കോൺഫിഡൻസ് തരുന്നത് ചേച്ചിക്ക് കോൺഫിഡൻസ് ആണ്. കാരണം ചേച്ചി ചുറ്റുപാടും കാണുന്ന ആൾക്കാർ മുഴുവൻ അങ്ങനെ ഭയങ്കര ഡ്രസ്സ് ധരിച്ച് ഭയങ്കര ജെന്റിൽമാൻ ലുക്കില് ഭയങ്കര പവർഫുൾ ആയിട്ട് നടക്കുന്നു. അപ്പൊ നമ്മൾ മാത്രം കേരള ശൈലി സാരി കൊടുത്ത് എന്റെ ജീവിതം പോയി അവിടെ. നമ്മൾ കാണുന്നവരും നമ്മൾ വർക്ക് ചെയ്യുന്നവരൊക്കെ ഇങ്ങനെയാണ്. ഇപ്പൊ ഞാൻ നെയിൽ ആർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മുടെ ഭാഗമായിട്ട് നമ്മൾ സെൽഫായിട്ട് കോൺഫിഡൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. അപ്പൊ അത് ഏതൊരു ലേഡീസിനും ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അത് ഓരോരുത്തരുടെയും വിഷാണ്. ഇപ്പൊ എനിക്കത് കോൺഫിഡൻസ് തരുന്നു, ഞാൻ ചെയ്യുന്നു. ഹലോ, ഇനി കൂട്ടുകാരെ നിങ്ങളെ വേറൊരു കാര്യം കാണിച്ചു. വെസ്റ്റേൺ ഡ്രസ്സിൽ റിംഗ് കമ്മൽ, ആണടാ. എനിക്ക് ഭയങ്കര മടിയാ. ഇനിയിപ്പോ ഈ വെസ്റ്റേൺ ഇതെനിക്ക് ഈ ജിമിക്കി എന്നുള്ളതേ ഞാൻ കേരളത്തിന്റെ തനിമ നിലനിർത്താനും, പക്ഷെ വെസ്റ്റേണിന്റെ ഇതും നമ്മുടെ കേരളത്തിന്റെ തനിമയുള്ള ജിമിക്കിയും. പക്ഷേ സത്യം ഇതൊന്നും അല്ല കേട്ടാ.
സത്യം പറഞ്ഞാൽ ഇതിന് മാച്ച് ചെയ്തുള്ളത് ഞാൻ കടകളിലൊക്കെ പോയി വാങ്ങണ്ടേ, ഇനി വാങ്ങണം. അപ്പൊ ഇതെനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാനൊരു കൺസെപ്റ്റ് ഉണ്ടാക്കി, വെസ്റ്റേൺ കേരള കൾച്ചർ ടുഗദർ. ശരിയാണ് ചേച്ചി പറഞ്ഞ. ചേച്ചിക്ക് ഒരു ദിവസം നമ്മൾ ഈ റീൽസിൽ കാണുന്നത് നമ്മളുടെ വൈകുന്നേരങ്ങളിൽ ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ കാണുകയോ ചിരിക്കുകയോ സന്തോഷിക്കുകയോ ചെയ്യുന്ന ഈ കുഞ്ഞ് റീൽ എടുക്കുന്നതിന് മുന്നേ 10-14 മണിക്കൂർ വർക്ക് ചെയ്യുന്നു. അപ്പൊ അവരവരുടെ ജീവിതത്തിലെ എല്ലാ വർക്കും സ്ട്രെസ്സും പ്രഷറും കഴിഞ്ഞിട്ട് നമ്മളെ പോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോഴോ ഉണരുമ്പോഴോ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ? അത് നമുക്ക് മനസ്സിലാവും ചേച്ചി, വർക്കിംഗ് വുമൺ ആകുമ്പോൾ. പിന്നെ ഇതാണ് ഈ കുട്ടിക്ക് ഇവിടെ റിബൺ കെട്ടി. എനിക്ക് ഇഷ്ടമാണ്. ഞാനൊരു കൊച്ചു കുട്ടി, നിങ്ങളെല്ലാവരും എന്നെ എപ്പോഴും പറയും ഞാൻ പ്രായമായ ഒരു അമ്മച്ചിയാണത്. അമ്മയാണ് സത്യം. ഞാനേ ഒരു സ്കൂൾ നഴ്സറി കുട്ടിയാ. കണ്ടോ എൻ്റെ റിബണ, ഇതൊക്കെ കണ്ട് നിങ്ങൾ അസൂയപ്പെടേണ്ട ആയിട്ടാ. ഞാൻ നഴ്സറി കുട്ടിയാ. ഇവിടെ കേറിയാ എനിക്ക് വയ്യ. ഞാൻ ഇനി പറയും ചേച്ചീനെ ഞാൻ വേഷം കെട്ടിച്ചെന്ന്. ഞാൻ പറഞ്ഞ് അഭിനയിപ്പിക്കുന്നല്ലെന്നൊന്ന് പറ. അവര് കണ്ടിട്ടുണ്ട് എന്നെ ഇങ്ങനെ. ഞാനൊരു നഴ്സറി കുട്ടിയായിട്ട് ഞാൻ ഇനി ഒരു മിൽക്ക് ബോട്ടിൽ കൊണ്ട് നിങ്ങളെടുത്ത് വരുന്നു. നിങ്ങൾ എന്നും എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷെ എന്നെ കണ്ട അങ്ങനെ ഒന്നും പറഞ്ഞു. ശരണ്യക്കുട്ടി പറഞ്ഞു ഏത് സ്കൂളിലാ പഠിക്കുന്നതെന്ന് ചോദിച്ചു. അതപ്പോഴും അയ്യോ വേറൊരു സൂത്രം കാണിച്ചു തരാം. എങ്ങോട്ട് നോക്കൂ സുഹൃത്തുക്കളെ. അയ്യോ അതെന്തോന്നത്? ഷൂ. വെസ്റ്റേൺ ഡ്രസ്സിൽ ഷൂ ഇട്ട്. എടാ വെസ്റ്റേൺ ഡ്രസ്സിൽ ഷൂ ഇടേണ്ട. അത് ഈ ഷൂ അല്ലല്ലോ. ഇത് തന്നെ ഈ ഡ്രസ്സിന് ഈ ഷൂ ആണോ? പക്ഷെ തിളക്കമുള്ള ഷൂ ഇടാം. പക്ഷെ അത് ഞാൻ ഇട്ടില്ല. അത് വേണ്ടടാ. അയ്യോ അതെന്റെ കാലും. പിന്നെ എനിക്ക് മനസ്സമാധാനോട്ട് ചാടാൻ പറ്റൂല. ഡാൻസ് കളിക്കുമ്പോൾ ഇത് വിട്ടോട്ട് കളിച്ച് എല്ലാം കൂടെ ഇതായിട്ട് സോറി ഇടാൻ അതെല്ലാം കൂടെ പൊളർന്ന് ഉറങ്ങി പോകും. നമുക്ക് ഈ ഹീൽ ഇട്ടുകൊണ്ട് നമുക്ക് നടക്കാനേ പറ്റൂ. എന്നെ കൊണ്ട് ഡാൻസ് ചെയ്യണമെങ്കിൽ എനിക്ക് ഇതുപോലത്തത് വേണം. ചേച്ചിയുടെ സ്ഥിരം സ്റ്റെപ്പാണ്. അത് മാത്രമല്ല അല്ല ഇങ്ങനെയൊക്കെ പോകും. ഇങ്ങനെ 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 ഇതൊക്കെ പോവും. ഇതൊക്കെ പോവും. ശരണി ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇതിനേക്കാളും ഞാൻ പോവും. ആദ്യത്തെ ചേച്ചി ഉണ്ടല്ലോ, ആദ്യം ചേച്ചി ഡാൻസ് കളിക്കുന്നത് ചേച്ചി ആദ്യത്തെ ഡാൻസ് ഇങ്ങനെ പറന്നിങ്ങനെ അതിങ്ങനെയാണ്. അത് ആദ്യം ചെയ്ത ഇതടാ ഇത്. എന്നടി ഇങ്ങനെയാണ്. ഇങ്ങനെ ചാടിച്ചാണ്. പിന്നെ ഇങ്ങനെയൊക്കെ പോവുമായിരുന്നു ചാടി ചാടി. തള്ളേ ഇവരെല്ലാം കൂടെ അതെനിക്ക് പ്രശ്നമൊന്നുമല്ല. പക്ഷെ ഇപ്പൊ ഞാൻ വെറൈറ്റി സ്റ്റെപ്പുകളെല്ലാം പഠിച്ചു. ഓരോ ഡാൻസ് സ്വന്തമായി പഠിച്ചത്. ഞാൻ ചോദിച്ചായിരുന്നു സ്വന്തമായിട്ട് വല്ലതും ചെയ്യുന്നുണ്ടോ. ഇപ്പൊ സ്വന്തമായിട്ട് പഠിച്ചിട്ടുണ്ടല്ലേ? സ്വന്തമായിട്ട് ഡാൻസ് പഠിച്ചേ പറ്റുള്ളൂ. ഓരോ ഐറ്റങ്ങൾ ചെയ്യണ്ടേ, അതിന് ചെയ്തല്ലേ പറ്റുള്ളൂ. കുട്ടിക്ക് ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി എന്തെങ്കിലും പഠിക്കണം എന്ന് ആഗ്രഹം ഇല്ല? താങ്ക് യു സോ മച്ച്. ഇല്ല ഊട്ടാ, ഇല്ല. ഓൺലി വെസ്റ്റേൺ ഓൺലി വെസ്റ്റേൺ ഡ്രസ്, മൈ ഓൺ സ്റ്റൈൽ. അതാണ്. അത് എന്റെ ബോഡിയെ ഇനി അതിനൊന്നും വഴങ്ങൂല്ലടാ. അത് ചേച്ചി പറഞ്ഞ കറക്റ്റ് ആണ്. ചേച്ചിക്ക് മൈ ഓൺ സ്റ്റൈൽ ഉണ്ട്. പിന്നെ എന്റെ ബോഡി വഴങ്ങുന്നത് ഇനി ഞാൻ ചെന്ന് വെച്ചിട്ട് ടീം ടീം ടോം തരികിട അത് കളിച്ചു ഞാൻ. തോം ഒരു നിങ്ങൾ അറിഞ്ഞില്ലേ എന്റെ പൊന്നു ശരണ്യ, എന്റെ ഒരു ഫാൻ വന്ന് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു, ചേച്ചി ശോഭനയുടെ ഡാൻസ് സാരി ഉടുത്ത് ചെയ്യുമോ എന്ന്. അമ്മയാണ് സത്യം. നിങ്ങൾ ആ ഇൻസ്റ്റയിൽ നോക്ക്. ഞാൻ ആ സാരി ഉടുത്ത് ചെയ്ത് എൻ്റെ അമ്മച്ചിയോ ആ കൊച്ചു കണ്ടോ, അത് ഭയങ്കരമായിട്ട് വൈറലായി. ഇങ്ങനെ തോം 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 തരികിട തോം 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 അത് ചെയ്ത്. ഞാൻ ചോദിക്കണം, ആ ഡ്രസ്സ് എവിടെ നിന്ന് കിട്ടിയ മെറൂൺ കളറുള്ള ഡ്രസ്സ്? എടാ അത് എന്റേതാ. കഷ്ടപ്പെട്ടിരുന്ന് ചെയ്തതാണോ? ഞാൻ പറഞ്ഞ വയറും. അപ്പോ അവസാനം ആ കൊച്ചെന്നോട് വെൽ ഡൺ ചേച്ചി, ചേച്ചിയുടെ വേർഷൻ. എൻ്റെ പൊന്നടാ. ഞാൻ പറഞ്ഞ മൂക്ക് ഇതൊക്കെ എവിടെയൊക്കെ പോയി. അത് കുഴപ്പമില്ല ചേച്ചി, എനിക്ക് എൻ്റെ മനസ്സിനൊരു ശാന്തിയായി. ഞാൻ പറഞ്ഞ നിങ്ങനക്ക് മനസ്സിന് ശാന്തി, എനിക്ക് വേദന. ചേച്ചിയുടെ ശരിക്കും ഫാൻസ് ഒക്കെ പറഞ്ഞ ചേച്ചി അതൊക്കെ ചെയ്യുമല്ലേ, ട്രൈ ചെയ്യുമല്ലേ? എൻ്റെ ലൈവിൽ വന്ന് അത് സ്പെഷ്യലായിട്ട് റിക്വസ്റ്റ് ചെയ്തു. എൻ്റെ ലൈവിൽ വന്നിട്ട് പറഞ്ഞു, ചേച്ചി എൻ്റെ ഒരേ ഒരു ആഗ്രഹം, ചേച്ചി ശോഭനയുടെ ആ ഡാൻസ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ചേച്ചിക്ക് എനിക്ക് അറിഞ്ഞുകൂടാന്ന്. പിന്നെ ഞാൻ ആ രാത്രി സാരി എല്ലാം ചുറ്റി 2-3 സ്റ്റെപ്പ് നോക്കി. പിന്നെ ഞാൻ മറ്റേതിട്ടു ഇങ്ങനെ തിരിഞ്ഞിട്ടൊക്കെ തോം തോം തോ അതൊക്കെ പഠിച്ച് ചെയ്തു. നിലനിർത്തി പോകാൻ ഭയങ്കര പാടാണല്ലേ. ഫാൻസ് എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ചിലതൊക്കെ ചെയ്തു കൊടുക്കണ്ടേ. പിന്നെ ഇങ്ങനെ അഡ്വഞ്ചറസ് ആയിട്ട് ഇതിന്റെ മുകളിൽ നിന്ന് ചാടാനൊന്നും പറഞ്ഞാൽ ഞാൻ ചെയ്യാൻ പറ്റും. ലണ്ടനിൽ നിന്ന് വന്നപ്പോ എത്ര ജോഡി ഡ്രസ്സും കൊണ്ടാ വന്നേ? അതൊരു 10-20 ആണല്ലേ. അത് അന്ന് ഇട്ടിരുന്ന ഉടുപ്പാണ് ഇപ്പോഴും നമുക്ക് ഇന്റർവ്യൂവിന്
എടാ അന്ന് ഇട്ടിരുന്ന അല്ല ആ അത് വേറൊരു ജമ്പർ ഇത് വേറൊരു ജമ്പർ ആണോ അതിന്റെയൊക്കെ പേര് ജമ്പർ ജമ്പർ അവിടുത്തെ വൈറ്റ് ആണ് വൈറ്റാ ഇത് ഓഫ് വൈറ്റ് ഇത് ഓഫ് വൈറ്റ് ഓ ഓക്കെ അപ്പൊ എനിക്കാണ് തെറ്റിയത് ഇത് ഓഫ് വൈറ്റ് ഇത് കൊള്ളൂല്ലെന്ന് പറഞ്ഞ് വരേണേ കേട്ടാ ഈ ശരണി കുട്ടി ഇല്ല ഇല്ല നല്ലതാ നല്ലതാ ആണോ ഔട്ടാ ഞാൻ തമാശ അടിച്ചേ ഇല്ല ഇല്ല നല്ലതാ ചേച്ചിക്ക് താങ്ക് നല്ല യു ഔട്ടാ രസമുണ്ട്. താങ്ക് യു എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾക്ക് അങ്ങനെ ഭയങ്കര കോൺഫിഡൻസ് മേക്കപ്പ് ആണോ? പിന്നെ പിന്നെ ആളുകളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് പിന്നെ ചില സമയത്ത് നമ്മൾ വാളികളാകണോ വേണ്ടേ എന്നും സീരിയസ് ടോക്ക് ഓ റീന അത് വേണ്ട അതെനിക്ക് പറ്റൂലടാ എന്നെ കൊണ്ട് പറ്റില്ല പറ്റണില്ല അത് പറ്റാത്തത് കൊണ്ടാണ് ക്ഷമിച്ചേരെ ക്ഷമിക്കൂ ഓക്കെ നാഗ ചേച്ചി ലവ് യു ഐ ലവ് യു പാവന്നാണ് ചേച്ചി സത്യം ആണ് നല്ലതാണ് ആണടാ എനിക്ക് നിങ്ങൾ ഈ നദി ഇഷ്ടപ്പെട്ട ഔട്ടാ ലണ്ടൻ ബ്രിഡ്ജ് അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ മുകളിൽ കിടന്ന് ഇങ്ങനെ ഡാൻസ് Duet ചെയ്യാം. ചെയ്യായിരുന്നു ചേച്ചിക്ക് ഡ്യൂറ്റ് ചെയ്യാനൊക്കെ അവിടെ ഇഷ്ടം പോലെ ചേച്ചിക്ക് ഇപ്പൊ അവിടെയും ഒരുപാട് ഫാൻസ് ഉണ്ടല്ലോ ആ ഉണ്ട് കുറേ ഉണ്ട് പിള്ളേരെല്ലാം വന്ന് ചെയ്യിക്കും പിള്ളേരുണ്ട് കുറേ ഉണ്ട് അയ്യോ ഞാനൊരു മലയാളി പ്രോഗ്രാമിന് പോയി ഉള്ള തിരുവനന്തപുരത്തുള്ള എല്ലാ പയ്യന്മാരും വന്ന് ഡാൻസ് ചെയ്തു സ്റ്റേജിൽ വന്ന് എന്നെ അയ്യോ എടേ ഞാൻ പറയടേ നിന്നെക്കാൾ നിനക്ക് 18 വയസ്സ് എനിക്ക് 28 ഉള്ളൂ പക്ഷെ ഞാൻ ചെയ്യണുണ്ട് ചുമ്മാ ആയിട്ടാ വയസ്സ് അതാണ് ചുമ്മാണ് വയസ്സ് കൊള്ളാൻ കേട്ടാ എന്തായാലും സ്കിന്ന് നല്ല രസമാണ് അങ്ങനെയല്ല സ്കിന്നിന് മേക്കപ്പിന് തന്നെയല്ല ആണ് സ്കിന്നിന് എനിക്ക് കുഴപ്പമില്ല പിന്നെ ഞാൻ മേക്കപ്പ് കുറച്ചിട്ട് ഈ ഷൂട്ട് വേണ്ടി അതിനൊക്കെ കുറച്ചിട്ടുണ്ട് അങ്ങനെയല്ല സ്കിന്ന് നന്നായിട്ട് ഇരിപ്പുണ്ട് താങ്ക് യു കേട്ടാ അത് ശരണ്യം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് താങ്ക് യു സോ മച്ച് താങ്ക് യു ഇനിയിപ്പോ നമ്മൾ പരസ്പരം പുകഴ്ത്തി പക്ഷെ നമുക്ക് റീൽ എടുക്കണം ആണോ എടുക്കാം പാട്ട് വേണം പാട്ടല്ല ചേച്ചിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നേ എടി നമുക്ക് ഇതിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളാം ഒരു ഡാൻസ് അത് വണ്ടികൾ വന്നെടുത്താ എനിക്ക് തുള്ളാന്ന് പറഞ്ഞ എന്റെ ചേച്ചി എന്റെ സത്യം പേടി വരും ചേച്ചി എനിക്ക് ടെൻഷൻ അയച്ചു എനിക്ക് അങ്ങനെ എനിക്ക് ഒരു ടെൻഷനും ഇല്ല എൻ്റെ കൂടെ ചെയ്യുക ഇതെന്റെ ഫേവറേറ്റാ ഇതൊക്കെ കണ്ട് ഞെട്ടണ്ട പാട്ട് കേട്ടാ മതി തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പ് കണ്ടോ ചെയ്യണ ഈ പാട്ടിടാം ഇത് എനിക്ക് സ്റ്റെപ്പ് പഠിക്കാനുള്ള സമയങ്ങൾ തരത്തില്ലേ അത് ചെയ്യടാ എൻ്റെ കൂടെ കേട്ടോ എനിക്ക് സ്റ്റെപ്പ് പഠിക്കാൻ പോലുള്ള സമയം തരാറുണ്ട് ഞാൻ ആദ്യം നോക്കിയത് ത്തിലെ ഉറ്റാപനത്തിലെ ഇങ്ങനെ ഇങ്ങനെ ബ്യൂട്ടിഫുൾ ഇങ്ങനെയാണോ അവിടെ പഠിപ്പിക്കുന്നത് തള്ളേ കിട്ടിയല്ല ചേച്ചി തളർന്നല്ലേ നിമിഷകവി പോലെയാണ് ഒരു റീൽ അത് ഞാൻ പെട്ടെന്ന് ചെയ്യൂടാ സമയമില്ലല്ലോ പഠിച്ചുകൊണ്ടിരിക്കുക നമുക്ക് ഇവിടെ നേരം ഉള്ള റീൽസിനാണ് കുടു പിന്നെ ചാട്ടത്തിനാണ് ഞാൻ നമ്പറോട് പക്ഷെ ഇതിട്ട് ചാടാക്കൂല അവിടെ നിന്ന് ഇങ്ങോട്ടൊരു ചാട്ടം ഞാൻ അത് ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ളത് ഏറ്റവും ഇഷ്ടമാണ് കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്റ്റെപ്പാണ് ചാട്ടം ചാട്ടം വന്ന് ലാൻഡ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു സ്റ്റെപ്പ് അത് ചാട്ടം കാടത്തി വിട്ടു ആകാശിന് അവൻ ചാടി ഒരിക്കൽ ചാടി ചാട്ടം ചേച്ചി എന്താണേലും ഞാനും ചേച്ചിയുടെ കൂടെ കളിക്കുമ്പോ എനിക്ക് ചമ്മലുണ്ട് എനിക്ക് ഒരു ചമ്മലുമില്ല നല്ലതായിട്ട് ചെയ്തു അല്ല അങ്ങനെയല്ല ചമ്മൽ എന്ന് പറഞ്ഞാൽ ആൾക്കാർ കണ്ടാൽ എന്നാ പറയും ഈ വീഡിയോ ഒക്കെ ഇല്ല തെറി ഞാൻ കേൾക്കണല്ലോ 2 തള്ളമാരും മറ്റൊരു ചേച്ചി ഒറ്റയ്ക്ക് കേട്ടാ പറയുന്നത് എന്റെ കൂടെ കേൾക്കണല്ലോ നമ്മൾ രണ്ടുപേരും 28 വയസ്സുകളേ ഉള്ളൂ നിങ്ങൾ തള്ളമാരെന്ന് പറഞ്ഞ നമ്മളായിട്ട് ചെയ്യണ്ട കേട്ടാ അടിച്ച് കയറി വാ കമന്റുകളിൽ നിങ്ങൾ ഇടി എനിക്ക് സന്തോഷം തന്നെ കേട്ടാ നെഗറ്റീവ് വിടുമ്പോഴേ ഞാൻ നിങ്ങൾക്ക് ഒരു ഉമ്മ തരാം അറച്ചു പുറച്ചു ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷത്തിലാട്ടോ ചേച്ചി ഭയങ്കര എനിക്ക് തോന്നുന്നു ഞാൻ ചേച്ചിനെ കുറെ നാളായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് ചേച്ചിയുടെ മെസ്സേജ് സത്യം തന്നെ എന്റെ കൂടെ എൻജോയ് ചെയ്താടാ
ചേച്ചിക്ക് അത് മനസ്സിലായി എന്റെ മുഖത്തത് feel അതെ ചെയ്യും. അതെ 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 ചേച്ചി എന്നെ കരയുന്നത് ചേച്ചി കണ്ടുപിടിച്ചെങ്കിൽ കരച്ചിലില്ല അല്ല അങ്ങനെയല്ല കരയുന്ന ചേച്ചി കണ്ടുപിടിക്കാമെങ്കിൽ എന്റെ മുഖത്ത് സന്തോഷം ചേച്ചി കണ്ടുപിടിക്കാം അത്ര എന്റെ റിഫ്ലക്ഷൻ ആണ് എന്റേത്. അപ്പൊ ചേച്ചിയുടെ കൂടെ കുറച്ച് നേരം ചേച്ചി ഞങ്ങൾക്ക് നമുക്ക് വേണ്ടിയിട്ടാണ് മൂവി വേൾഡ് മീഡിയക്ക് വേണ്ടിയിട്ട് ഇന്നൊരു ദിവസം അതായത് ചേച്ചിക്ക് ആകെ 41 ദിവസമേ ലീവ് ഉള്ളൂ. ആ ലീവിൽ ഒരു ദിവസം എനിക്ക് വേണ്ടി തന്നേക്കുക ചേച്ചി. മാത്രമല്ല ഇത്തരം സ്ത്രീകളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് വാട്ട് എവർ ഇറ്റ് ഈസ് നിങ്ങൾ കമൻസുകളൊക്കെ നമുക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. സന്തോഷിക്കുന്ന സ്ത്രീകൾ, അവരുടെ ജീവിതം കണ്ടെത്തുന്ന സ്ത്രീകൾ, സ്വാതന്ത്ര്യം കിട്ടുന്ന സ്ത്രീകൾ, അവരൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അവരൊക്കെ അടിപൊളിയാണ് ചേച്ചി. വൈബ് കാത്തു സൂക്ഷിക്കുക. താങ്ക് യു ഒരുപാട് സന്തോഷം. ഓക്കെ താങ്ക് യു ഡാർലിംഗ്. ഓക്കെ ശരി.